ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PCARDBയെ കുറിച്ചിട്ടാണ്. PCARDB സ്റ്റാൻഡ് ഫോർ പ്രൈമറി കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്. അഗ്രികൾച്ചറിസ്റ്റ് നീഡ് ലോൺ ഫോർ ഷോർട്ട് ടേം, മീഡിയം ടേം ആൻഡ് ലോങ് ടേം പർപ്പസസ്. നമ്മളുടെ കൃഷിക്കാർക്ക് ഷോർട്ട് ടേം, മീഡിയം ടേം, ലോങ് ടേം ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ലോണുകൾ ആവശ്യമായി വരാറുണ്ട്. For meeting the short term and medium term credit, there is two-tier structure with state cooperative bank at the apex level and PACS at the base level. അതായത് നമ്മളുടെ ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേം ക്രെഡിറ്റ് റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ഒരു 2-tier സ്ട്രക്ചറാണ് ഉള്ളത്. നമുക്കറിയാം ആദ്യം 3-tier സ്ട്രക്ചർ ആയിരുന്നു. അപ്പെക്സ് ലെവലിൽ നമ്മളുടെ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ആയിരുന്നു, പിന്നെ മിഡിൽ ലെവലിൽ ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക് ആയിരുന്നു, ഏറ്റവും ബേസ് ലെവലിൽ പാക്സുകളായിരുന്നു. പക്ഷേ നമ്മളുടെ കേരള ബാങ്ക് നിലവിൽ വന്നതോട് കൂടിയിട്ട് 13 ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്കിനെ ലയിപ്പിച്ചിട്ട് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ ലയിപ്പിച്ചിട്ട് കേരള ബാങ്ക് നിലവിൽ വന്നതോടുകൂടി ഈ 3-tier സ്ട്രക്ചർ ഇപ്പോൾ 2-tier സ്ട്രക്ചറായിട്ട് മാറിയിട്ടുണ്ട്. അതായത് അപ്പെക്സ് ലെവലിൽ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കും ബേസ് ലെവലിൽ പാക്സുമാണ് ഉള്ളത്. പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റിയായ പാക്സുമാണ് ഉള്ളത്. ഫോർ ഗിവിംഗ് ലോങ് ടേം ക്രെഡിറ്റ് there is 2-tier structure with State Cooperative Agricultural and Rural Development Bank SCARDB at the apex level and Primary Cooperative Agricultural and Rural Development Bank PCARDB at the primary level. അതായത് ലോങ് ടേം ക്രെഡിറ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും 2-tier സ്ട്രക്ചറാണ് ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ അപ്പെക്സ് ലെവലിൽ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് അഥവാ SCARDBയും അതിൻ്റെ ബേസ് ലെവലിൽ പ്രൈമറി കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് അഥവാ PCARDBയുമാണ് ഉള്ളത്. PCARDB means a society having its area of operation confined to a താലൂക്ക്. അതായത് PCARDBയുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു താലൂക്കിനുള്ളിലാണ് ഉണ്ടാവുക. The first PCARDB in the cooperative sector was set up at Jang in Punjab in 1920. 1920 പഞ്ചാബിലെ ജാങ് എന്ന സ്ഥലത്താണ് ആദ്യത്തെ PCARDB രൂപം കൊണ്ടത്. ഈ PCARDB രൂപം കൊണ്ടത് ലാൻഡ് മോർട്ട്ഗേജ് ബാങ്കായിട്ടാണ് രൂപം കൊണ്ടത്. അതായത് ഇന്ത്യയിലെ ഫസ്റ്റ് ലാൻഡ് മോർട്ട്ഗേജ് ബാങ്കും ആദ്യത്തെ PCARDBയും ഒന്ന് തന്നെയാണ്. അത് സ്ഥാപിച്ചത് 1920 പഞ്ചാബിലെ ജാങ് എന്ന സ്ഥലത്താണ്. PCARDB ബാങ്ക് ഈസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അഡ്വാൻസിങ് ലോങ് ടേം ലോൺ ടു അഗ്രികൾച്ചറിസ്റ്റ് who are members of the bank on the mortgage of landed properties or other asset. അതായത് മെമ്പേഴ്സായ അഗ്രികൾച്ചറിസ്റ്റുകൾക്ക് ലാൻഡോ അല്ലെങ്കിൽ അതിന് തുല്യമായ മറ്റ് അസറ്റുകളോ സെക്യൂരിറ്റിയായി സ്വീകരിച്ചിട്ട് ലോങ് ടേം ലോൺ നൽകുന്ന ഒരു സ്ഥാപനമാണ് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് PCARDB എന്ന് പറയുന്നത്. മെമ്പേഴ്സിന് ലാൻഡോ അല്ലെങ്കിൽ അതിന് തുല്യമായ ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസോ പണയമായി സ്വീകരിച്ചിട്ട് ലോങ് ടേം ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ് PCARDB എന്ന് പറയുന്നത്. These banks are at the basic or grassroots level in the long-term credit structure. ലോങ്-ടേം ക്രെഡിറ്റ് സ്ട്രക്ചറിൻ്റെ ഏറ്റവും ഗ്രാസ് റൂട്ടിൽ അല്ലെങ്കിൽ ബേസ് ലെവലിൽ പ്രവർത്തിക്കുന്ന ബാങ്കാണ് PCARDB എന്ന് പറയുന്നത്. The duration of long-term loan issued through PCARDB is usually 5 to 15 years and in some special cases up to 20 years. PCARDBയിലൂടെ ഇഷ്യൂ ചെയ്യുന്ന ലോണിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 5 മുതൽ 15 വർഷം വരെയാണ്. ചില പ്രത്യേക കേസുകളിലാണെങ്കിൽ അത് കാലാവധി 20 വർഷം വരെ നീട്ടിക്കൊടുക്കാറുണ്ട്. The liability of members for the debt of bank shall be limited to the share capital subscribed by them. അതായത് ബാങ്കിലെ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ലയബിലിറ്റിയാണ്. അവരെടുത്ത ഷെയർ ക്യാപിറ്റൽ എത്രയാണോ അതിന് തുല്യമായ ലയബിലിറ്റി ആയിരിക്കും മെമ്പേഴ്സിന് ഉണ്ടായിരിക്കുക. As per Section 16, Rule 16 of KCS Act, the membership of the bank is open to individual agriculturists who own land within the area of operation of the bank, generally persons above the age of 18 years. അതായത് സെക്ഷൻ 16 റൂൾ 16 KCS ആക്ടിൻ്റെ സെക്ഷൻ 16 റൂൾ 16 പ്രകാരം 18 വയസ്സോ അതിന് മുകളിലോ പ്രായമുള്ള ബാങ്കിൻ്റെ പ്രവർത്തന പരിധിക്കുള്ളിൽ സ്വന്തമായി ലാൻഡുള്ള അഗ്രികൾച്ചറിസ്റ്റുകൾക്കാണ് PCARDBയിലെ മെമ്പേഴ്സ് ആവാനുള്ള അധികാരമുള്ളത്.
ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ ഓഫ് PCARDB വാരീസ് ഫ്രം ₹10 lakh to 1 crore. അതായത് നമ്മളുടെ PCARDBയുടെ ഷെയർ ക്യാപിറ്റൽ, ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 10 ലക്ഷം മുതൽ 1 കോടി വരെയാണ്. ദ ഷെയർസ് ഓഫ് PCARDB ഈസ് ക്ലാസിഫൈഡ് ഇൻറ്റു 4 ക്ലാസ്സസ്. 4 ക്ലാസ്സുകളിലായിട്ടാണ് PCARDBയുടെ ഷെയർസിന് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. എ ക്ലാസ് ഷെയർസ് ആർ അലോട്ടഡ് ടു ഓർഡിനറി മെമ്പേഴ്സ്. ഓർഡിനറി മെമ്പേഴ്സിനാണ് എ ക്ലാസ് ഷെയർസ് കൊടുക്കുക. ബി ക്ലാസ് ഷെയർസ് ഫോർ ഗവൺമെൻറ് ആൻഡ് ലോക്കൽ ബോഡീസ്. സി ക്ലാസ് ഷെയർസ് ടു നോമിനൽ മെമ്പേഴ്സ്. ഡി ക്ലാസ് ഷെയർസ് ആർ നോട്ട് റീഫണ്ടബിൾ ആൻഡ് ട്രാൻസ്ഫറബിൾ. അതായത് ഡി ക്ലാസ് ഷെയർസ് എന്ന് പറയുന്നത് റീഫണ്ടബിളും അല്ല, അതുപോലെ മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റുന്നതുമല്ല. അപ്പോൾ ഇങ്ങനെ 4 ക്ലാസ്സുകളിലായിട്ടാണ് PCARDBയിലുള്ള ഷെയർസിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. മാനേജ്മെൻറ്റ് ഓഫ് PCARDB. The final authority in all matters relating to the administration of the bank is the general body. അതായത് ബാങ്കിൻ്റെ ഫൈനൽ അതോറിറ്റി എന്ന് പറയുന്നത് ജനറൽ ബോഡിയാണ്. The day-to-day affairs of the bank shall vested in a board of directors consisting of 5 to 15 members. ബാങ്കിൻ്റെ ഡേ-ടു-ഡേ അഫയേഴ്സ് കൈകാര്യം ചെയ്യുന്നത് മാനേജിംഗ് കമ്മിറ്റിയാണ്, അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ബാങ്കിൻ്റെ മാനേജിംഗ് കമ്മിറ്റിയിൽ 5 മുതൽ 15 വരെ ഉള്ള മെമ്പേഴ്സാണ് ഉണ്ടായിരിക്കുക. അതായത് മാക്സിമം മെമ്പേഴ്സ് എന്ന് പറയുന്നത് 15 ആണ്. ഫ്രം എമംഗ് ദ ഡയറക്ടേഴ്സ് എ പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ് ആൻഡ് ആർ ഇലക്റ്റഡ്. അതായത് ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ഇടയിൽ നിന്നും ഒരു പ്രസിഡൻറ്റിനെയും ഒരു വൈസ് പ്രസിഡൻറ്റിനെയും തിരഞ്ഞെടുക്കുന്നു. There is reservation for women and SC/ST members in the board of directors. അതുമാത്രമല്ല നമ്മളുടെ ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് സ്ത്രീകൾക്കും SC/ST മെമ്പേഴ്സിനും സീറ്റ് റിസർവ് ചെയ്തിട്ടുണ്ടായിരിക്കും. 15 മെമ്പേഴ്സിൽ അവർക്കുള്ള സീറ്റ് സ്പെഷ്യൽ റിസർവേഷനാണ്. ദെൻ ഫണ്ട് ഓഫ് PCARDB. PCARDBയുടെ ഫണ്ട്സ് എന്ന് പറയുന്നത് ഷെയർ ക്യാപിറ്റൽ, എൻട്രൻസ് ഫീ ആൻഡ് അതർ ഫീസ്, റിസർവ് ഫണ്ട് ആൻഡ് അതർ റിസർവ്, ലോൺ, ഗ്രാൻറ്റ്സ്, സബ്സിഡി ഫ്രം ഗവൺമെൻറ് ആൻഡ് നബാർഡ്, ഡെപ്പോസിറ്റ് ആൻഡ് ബോറോയിങ്സ്. ഇതൊക്കെയാണ് PCARDBയുടെ ഫണ്ടുകൾ എന്ന് പറയുന്നത്. PCARDB ഇഷ്യൂ ലോൺ ടു ദ സെക്യൂരിറ്റി ഓഫ് ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റ് അതിൻ്റെ സെക്യൂരിറ്റിയുടെ ബേസിലാണ് PCARDBയിൽ ലോണുകൾ കൊടുക്കാറുള്ളത്. ദെൻ ലോൺസ് ഇഷ്യൂഡ് ബൈ PCARDB. PCARDB ഇഷ്യൂ ചെയ്യുന്ന വ്യത്യസ്തമായ ലോണുകളാണ് ഇനി നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഓർഡിനറി ലോൺ. ഓർഡിനറി ലോൺ എന്ന് പറയുന്നത് പ്രൊഡക്റ്റീവ് പർപ്പസിന് വേണ്ടി നൽകുന്ന ലോണുകളാണ് ഓർഡിനറി ലോൺ. അതായത് ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ലാൻഡ്, പർച്ചേസ് ഓഫ് കോസ്റ്റ്ലി മെഷീനറി, കൺസ്ട്രക്ഷൻ ഓഫ് കാറ്റിൽ ഷെഡ്, കൺസ്ട്രക്ഷൻ ഓഫ് ഫാം ഹൗസ് തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം വേണ്ടിയിട്ടുള്ള നൽകുന്ന ലോണുകളാണ് ഓർഡിനറി ലോൺസ് എന്ന് പറയുന്നത്. ഓർഡിനറി ലോണിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 15 മുതൽ 20 വർഷം വരെ ആയിരിക്കും. നെക്സ്റ്റ് രണ്ടാമത്തെ ലോണാണ് സ്കീം ലോൺ എന്ന് പറയുന്നത്. നബാർഡ് അപ്രൂവ് ചെയ്തിട്ടുള്ള സ്പെഷ്യൽ അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് സ്കീമുകൾക്ക് നൽകുന്ന ലോണാണ് സ്കീം ലോൺ എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, സ്കീം ലോൺ എന്ന് പറയുന്നത് നബാർഡ് അപ്രൂവ് ചെയ്തിട്ടുള്ള സ്പെഷ്യൽ അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് സ്കീമുകൾക്ക് അല്ലെങ്കിൽ ആക്ടിവിറ്റീസിന് നൽകുന്ന ലോണാണ് നമ്മുടെ സ്കീം ലോൺ എന്ന് പറയുന്നത്. സ്കീം ലോണിൻ്റെ കാലാവധി 20 വർഷം വരെയാണ്. നെക്സ്റ്റ് ലോണാണ് ഹൗസിംഗ് ലോൺ. അത് നമുക്കറിയാം, ഹൗസ് കൺസ്ട്രക്ഷൻ ആവശ്യമായുള്ള ലോൺ നൽകുന്ന ലോണാണ് ഹൗസിംഗ് ലോൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലോൺ ഫോർ സ്മോൾ റോഡ് ട്രാൻസ്പോർട്ട് ഓപ്പറേഷൻ. നെക്സ്റ്റ് ഇൻ്റഗ്രേറ്റഡ് ലോൺ സ്കീം. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് ലോൺ സ്കീം എന്ന് പറയുന്നത് ഇത്തരം ലോൺ നൽകുന്നത് ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റുകൾക്കും അതുപോലെ എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പുകൾക്കും സ്റ്റാർ ഹോട്ടലുകൾക്കും സൂപ്പർ മാർക്കറ്റുകൾക്കും കമ്പ്യൂട്ടർ സെൻറ്റേഴ്സ് ഇലക്ട്രോണിക് യൂണിറ്റ് വേണ്ടിയൊക്കെയാണ് ഇത്തരം ഇൻ്റഗ്രേറ്റഡ് ലോണുകൾ നൽകുന്നത്. ഈ ഇൻ്റഗ്രേറ്റഡ് ലോൺ എമൗണ്ട് എന്ന് പറയുന്നത് 20 ലക്ഷം വരെയാണ്. മാക്സിമം എമൗണ്ട് എന്ന് പറയുന്നത് 20 ലക്ഷമാണ്. ഇൻ്റഗ്രേറ്റഡ് ലോൺ സ്കീമുകൾക്ക് മാക്സിമം എമൗണ്ട് 20 ലക്ഷമാണ്. PCARDB ഇൻട്രൊഡ്യൂസ്ഡ് സരോസ്കർ കാർഡ് ഇൻ 2004. 2004 സരോസ്കർ കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. PCARDB സ്റ്റാർട്ടഡ് കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീം ഇൻ 2005. 2005 കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീം കൊണ്ടുവന്നു. നോൺ ഫാം സെക്ടർ ലോൺസ് വർ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ PCARDB ഇൻ 1985. 1985 നോൺ ഫാം സെക്ടർ ലോണുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പ്രിസംപ്റ്റീവ് വാല്യൂ ഈസ് റിലേറ്റഡ് വിത്ത് PCARDB. പ്രിസംപ്റ്റീവ് വാല്യൂ എന്ന് ടെക്നിക്കൽ ടേം റിലേറ്റ് ചെയ്തിരിക്കുന്നത് PCARDBയുമായിട്ടാണ്.
Presumptive value means the value of land after the proposed investment on land are taken into consideration. അതായത് PCARDBയിൽ മോർട്ട്ഗേജിൽ ലോൺ കൊടുക്കുന്നതിന് മുമ്പ് പണയമാക്കിയ ലാൻഡിൻ്റെ ലോൺ എമൗണ്ട് എടുത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയതിന് ശേഷം ഉണ്ടാകുന്ന മാർക്കറ്റ് വാല്യൂ കണക്കാക്കുന്നു. അതായത് ഒരു എക്സാമ്പിളിലൂടെ പറയാം. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഒരു ഗോഡൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ മെമ്പർ അവരുടെ സ്ഥലം പണയപ്പെടുത്തിയിട്ട് ലോൺ എടുക്കുന്നതെന്ന് വിചാരിക്കുക. എങ്കിൽ ആ സ്ഥലത്തിൻ്റെ ഇപ്പോഴുള്ള വാല്യൂ, അതായത് ഗോഡൗൺ ഉണ്ടാക്കുന്നതിന് മുൻപുള്ള വാല്യൂ അല്ല കണക്കാക്കുന്നത്, ലോൺ നൽകാൻ കണക്കാക്കുന്നത്. പകരം എന്താണ്, ഗോഡൗൺ ഉണ്ടാക്കിയതിന് ശേഷം ആ സ്ഥലത്തിന് ലഭിക്കാവുന്ന അന്നത്തെ മാർക്കറ്റ് വാല്യൂ ആണ് പ്രിസംപ്റ്റീവ് വാല്യൂ എന്ന് പറയുന്നത്. അതായത് പ്രിസംപ്റ്റീവ് വാല്യൂ ഒരു PCARDBയിൽ ലോൺ കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ പണയം വെച്ച ലാൻഡിൻ്റെ പ്രിസംപ്റ്റീവ് വാല്യൂ കൂടി കണക്കാക്കിയിട്ടാണ് ലോൺ എമൗണ്ട് കൊടുക്കുന്നത്. പ്രിസംപ്റ്റീവ് വാല്യൂ എന്ന് പറയുന്നത് ലാൻഡിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ അല്ല, മാർക്കറ്റ് വാല്യൂ അല്ല. പകരം എന്തിനാണോ ലോൺ എടുക്കുന്നത് ആ കാര്യം ആ ലാൻഡിൽ ചെയ്തതിന് ശേഷം ആ ലാൻഡിന് വരാവുന്ന കൂടുതൽ വാല്യൂ, കൂടുതൽ മാർക്കറ്റ് വാല്യൂ ആണ് പ്രിസംപ്റ്റീവ് വാല്യൂ എന്ന് പറയുന്നത്. Valuation of land is the major responsibility of field inspecting officer such as bank supervisor, agricultural officer and the valuation officer. അതായത് പ്രിസംപ്റ്റീവ് വാല്യൂ കണക്കാക്കാൻ വേണ്ടിയിട്ട് ആ ലാൻഡ് വാല്യുവേഷൻ നടത്തുന്നതിൻ്റെ മെയിൻ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഫീൽഡ് ഇൻസ്പെക്ടിംഗ് ഓഫീസർക്കാണ്. അപ്പോൾ ആരൊക്കെയാണ് ഫീൽഡ് ഇൻസ്പെക്ടിംഗ് ഓഫീസറാണെന്ന് നമുക്ക് നോക്കാം. ഫീൽഡ് ഇൻസ്പെക്ടിംഗ് ഓഫീസേഴ്സ് എന്ന് പറയുന്നത് ബാങ്ക് സൂപ്പർവൈസർ ആവാം, അഗ്രികൾച്ചറൽ ഓഫീസർ ആവാം, അതുപോലെ വാല്യുവേഷൻ ഓഫീസറും ആകാം. നെക്സ്റ്റ്, ടെക്നിക്കൽ എൻക്വയറി റിപ്പോർട്ട് TER ഈസ് റിലേറ്റഡ് വിത്ത് PCARDB. TER is the report prepared by field inspecting officer after visiting the property. അതായത് നമ്മൾ പണയം വെച്ച പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്തതിന് ശേഷം ഫീൽഡ് ഓഫീസർ നൽകുന്ന റിപ്പോർട്ടാണ് ടെക്നിക്കൽ എൻക്വയറി റിപ്പോർട്ട് എന്ന് പറയുന്നത്. The property submitted as security for loan amount up to 5 lakh is visited by senior bank supervisor. പണയം വെച്ചത് 5 ലക്ഷം വരെയുള്ള ലോണിനാണെങ്കിൽ, അല്ലെങ്കിൽ ലോൺ എമൗണ്ട് 5 ലക്ഷം വരെയാണെങ്കിൽ പണയവസ്തു വിസിറ്റ് ചെയ്യുന്നത് സീനിയർ ബാങ്ക് സൂപ്പർവൈസർ ആയിരിക്കും. The property submitted as security for loan amount from 5 lakh to 10 lakh is visited by agricultural officer. ലോൺ എമൗണ്ട് 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെയാണെങ്കിൽ ആ പണയം വെച്ച പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്യുന്നത് അഗ്രികൾച്ചറൽ ഓഫീസർ ആയിരിക്കും. Loan amount above 10 lakh is visited by the valuation officer. He is the assistant registrar of cooperative society. അതായത് നമ്മൾ ലോൺ കൊടുത്ത ലോൺ എമൗണ്ട് എന്ന് പറയുന്നത് 10 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ പണയം വെച്ച പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്യുന്നത് വാല്യുവേഷൻ ഓഫീസർ ആയിരിക്കും. ഈ വാല്യുവേഷൻ ഓഫീസർ എന്ന് പറയുന്നത് അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിരിക്കും. നെക്സ്റ്റ്, ഡിസ്ചാർജ്ഡ് വൗച്ചർ ഫയൽ അഥവാ DV ഫയൽ ഈസ് ഇത് അനദർ ടേം റിലേറ്റഡ് വിത്ത് PCARDB. DV ഫയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ PCARDBയിൽ ലോങ് ടേം ലോൺ സാങ്ഷൻ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം ലോൺ എമൗണ്ട് ഒറ്റയടിക്ക് നൽകില്ല. പകരം ലോൺ എമൗണ്ട് 2 or 3 ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ടാണ് നൽകുന്നത്. ഓരോ ഇൻസ്റ്റാൾമെൻറ്റും നൽകുമ്പോൾ ബാങ്ക് എന്ത് ചെയ്യുന്നു, ഓരോ വൗച്ചർ വാങ്ങി സൂക്ഷിക്കുന്നു. അതുപോലെ തന്നെ ലോൺ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റും സൂക്ഷിക്കുന്നു. അതായത് ഓരോ ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കുമ്പോഴും ആ എമൗണ്ട് എങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്തു എന്നുള്ള യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റും വാങ്ങി ബാങ്ക് സൂക്ഷിക്കാറുണ്ട്. കൂടാതെ ലോണുമായി റിലേ ചെയ്ത എല്ലാ ഡോക്യുമെൻസും, അതായത് ആപ്ലിക്കേഷൻ, അതിന് കൂടെ കൊടുത്തുള്ള രേഖകൾ തുടങ്ങിയ എല്ലാ ഡോക്യുമെൻസും ബാങ്ക് എന്ത് ചെയ്യുന്നു, സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ വൗച്ചേഴ്സും യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റുകളും ലോണുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഡോക്യുമെൻസും ഒരു ഫയലിലാണ് സൂക്ഷിക്കുന്നത്. ഈ ഫയലിനെയാണ് നമ്മൾ DV ഫയൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇൻക്രിമെൻ്റൽ ഇൻകം ഈസ് റിലേറ്റഡ് വിത്ത് PCARDB. PCARDBയിൽ റിലേറ്റ് ചെയ്ത മറ്റൊരു ടേമാണ് ഇൻക്രിമെൻ്റൽ ഇൻകം എന്ന് പറയുന്നത്. ഇൻക്രിമെൻ്റൽ ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ PCARDBയിൽ ലോണ് നൽകുമ്പോൾ നമ്മൾ എന്താണ് റീപേയിങ് കപ്പാസിറ്റി നോക്കും. മെമ്പറുടെ റീപേയിങ് കപ്പാസിറ്റി നോക്കിയിട്ടാണ് ലോൺ കൊടുക്കുക. ഈ റീപേയിങ് കപ്പാസിറ്റി നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലോൺ കൊടുത്ത എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് വരാൻ പോകുന്ന അധിക വരുമാനം,
അധിക വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടെ ആയിരിക്കും. ഇപ്പോൾ അതായത് ഒരു എക്സാമ്പിളിലൂടെ പറയുകയാണെങ്കിൽ നമ്മൾ 5 ലക്ഷം രൂപയാണ് നമ്മളുടെ മെമ്പർ 5 ലക്ഷം രൂപയാണ് ലോൺ എടുക്കുന്നത്. ഈ ലോൺ എമൗണ്ട് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ അഗ്രികൾച്ചറൽ മെഷീനറി വാങ്ങാൻ വേണ്ടിയിട്ടാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ മെഷീനറി യൂസ് ചെയ്തിട്ട് അദ്ദേഹം കൃഷി നടത്തുന്ന സമയത്ത് സാധാരണ ഉണ്ടാക്കുന്ന വരുമാനം 2 ലക്ഷമാണ്. പക്ഷേ ഈ മെഷീനറി ഉപയോഗിച്ച് അദ്ദേഹത്തിന് ഒരു 8 ലക്ഷം രൂപ വരുമാനം ഉണ്ടാകുന്നുവെങ്കിൽ ആ അധികം വന്ന വരുമാനം, 2 ലക്ഷത്തിന് പുറമെ അധികം വന്നിട്ടുള്ള 6 ലക്ഷം രൂപയുണ്ടല്ലോ, ഈ 6 ലക്ഷം രൂപയാണ് ഇവിടെ ഇൻക്രിമെൻ്റൽ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ അധിക വരുമാനത്തിനെ കൂടി ബേസ് ചെയ്തിട്ടാണ്, ഇൻക്രിമെൻ്റൽ ഇൻകത്തിനെ കൂടി ബേസ് ചെയ്തിട്ടാണ് PCARDBയിൽ ലോങ് ടേം ലോണുകൾ കൊടുക്കുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടെക്നിക്കൽ എൻക്വയറി റിപ്പോർട്ട്, DV ഫയൽ, ഇൻക്രിമെൻ്റൽ ഇൻകം, ഇതൊക്കെ ഡിസ്ചാർജ്ഡ് DV ഫയൽ, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ PCARDBയുമായി റിലേറ്റ് ചെയ്ത ടേംസുകളാണ്.